ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ജിലേബി, ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ജിലേബി ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. ജിലേബി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഉഴുന്നുപരിപ്പാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. 250 ml അളവിലുള്ള കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകി അതിനകത്തിലെ ചപ്പും പൊടിയും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ കഴുകി നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നികത്തി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 3 മണിക്കൂറോളം ഉഴുന്നൊന്ന് കുതിരാനായിട്ട് ഇടണം. വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്വീറ്റായിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ജിലേബി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പം നമ്മൾ ഉഴുന്നൊന്ന് 3 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഒന്ന് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം പോലെ അരച്ചെടുക്കരുത്. അത്യാവശ്യം തിക്ക് വേണം, ചെറിയൊരു തിക്നെസ് വേണം. എന്നാൽ നമ്മുടെ ഉഴുന്നുവടയ്ക്കൊന്നും അരയ്ക്കുന്ന അത്രയും തിക്നെസ്സും വേണ്ട. ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇപ്പോൾ ഈ ഒരു പരുവം ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതൊരു 5 മിനിറ്റ് സമയം ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഉഴുന്നുപരിപ്പ് ആ മാവങ്ങ് നല്ലതുപോലെ പൊങ്ങി ഒന്ന് പഫി ആയിട്ട് കിട്ടും. ആ ഒരു നമ്മൾ സാധാരണ ഉഴുന്നുവടയ്ക്കൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്തെടുത്ത് വെക്കാം. ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഒരു 1.5 കപ്പോളം പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അളന്നെടുത്ത് അതേ കപ്പിൻ്റെ അളവിലാണ് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് വരുന്നതിന് വരെ ഇളക്കി കൊടുത്ത് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് തിളച്ച് തുടങ്ങി. നല്ല ഒരു ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് പഞ്ചസാര സിറപ്പ് ഒന്ന് ചൂടുന്ന് മാറി കഴിയുമ്പോഴത്തേക്കും കയ്യിലൊന്ന് ഒട്ടിയിരിക്കണം. ആ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ചൂടൊക്കെ പോയി കഴിയുമ്പോൾ അങ്ങ് ക്രിസ്റ്റലായി പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മാവിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് കളർ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ജിലേബിയുടെ മാവ് ഇവിടെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി ചുട്ടെടുക്കാനായിട്ട് ഈ മാവ് ഒരു കവറിലേക്ക് മാറ്റാം. ഇപ്പോൾ എനിക്ക് ജിലേബി ഉണ്ടാക്കുന്ന പാത്രമില്ല, അപ്പോൾ അങ്ങനത്തെ ആ പാത്രം ഉണ്ടെന്നുള്ളവരാണെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്ത് ജിലേബി എടുക്കാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു കവറിലേക്ക് എടുക്കുന്നുണ്ട്. കവർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമയം ഇല്ലാത്ത കവറിലേക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് ഒരു 3-4 തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമുക്കൊന്ന് നല്ലതുപോലെ കവറൊന്ന് പിടിച്ച് നമുക്കൊന്നും മാവ് ആ രീതിയിലൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടി ആ ഒരു രീതിക്കനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുക്കാവും. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. കത്രി വെച്ചിട്ട് അതിന് അരിവശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കുകയും ചെയ്യില്ല, അപ്പോൾ ഒരുപാട് മാവങ്ങ് എണ്ണയിലേക്ക് വീഴും. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എണ്ണ ഒരു 80% മാത്രം ചൂടായിരിക്കുന്ന സമയത്ത് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്ത് ജിലേബിയുടെ ഷേപ്പിൽ ചുറ്റിച്ചെടുത്ത് ജിലേബി തയ്യാറാക്കി എടുക്കുക. ഒരേ സമയം ഒരുപാട് ജിലേബി പീസുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്ത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പാത്രത്തിൻ്റെയൊക്കെ അളവിലാണെങ്കിൽ ഒരു 3-4 എണ്ണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ ജിലേബിയുടെ എല്ലാം വേവൊന്നും ശരിയാവത്തില്ല. ആദ്യമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ജിലേബി പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി മോശമായി പോവുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു 3 എണ്ണം വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും. ഒത്തിരി അങ്ങ് ക്രിസ്പിയായി അങ്ങ് കളർ ചേഞ്ചസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു സോഫ്റ്റായിട്ട് ഒന്ന് എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ അങ്ങനെ വെന്ത് റെഡിയാക്കി ജിലേബി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. അതുപോലെ ബാക്കി മാവും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു 1 കപ്പ് ഉഴുന്നിൻ്റെ അളവിലാണെങ്കിൽ ഒരു 35-40 അടുത്ത് ജിലേബി ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 35-40 ജിലേബി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. ആ ഓറഞ്ച് കളറൊന്നും ചേഞ്ച് ആവാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കുക. ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ 6 പീസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ഷുഗർ സിറപ്പ് കിടന്നതിന് ശേഷം നമുക്കെടുത്ത് മാറ്റാം. നല്ല സ്വീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റോടുകൂടി ജിലേബി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഗൈസ്.